ബസ് പോകുന്ന ഡെസ്റ്റിനേഷനാണ് അത്. ഇത് ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ വന്നിറങ്ങിയ ഡെസ്റ്റിനേഷൻ കേട്ടോ, കൊളോസിയം. അടുത്തതിന് പോകുന്നത് സർക്കസ് മാക്സിമസ്, അതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിസ, വെനീസിയ, പിന്നെ വത്തിക്കാൻ സിറ്റി, ഇങ്ങനെ ഉണ്ട്. അറൗണ്ട് 15 ഡെസ്റ്റിനേഷൻ ഉണ്ട്. പക്ഷേ ഇന്നൊന്നും ഈ 15 ഡെസ്റ്റിനേഷൻ ഇന്ന് തീർക്കാൻ പറ്റില്ല. നാളെ നമുക്ക് വീണ്ടും ഈ യാത്ര തുടരാം. ഇറ്റലിയിലെ ബസ് കേട്ടോ, അടിപൊളി ബസ്സാണ് ഇറ്റലിയിലെ ബസ്. ഇതാണ് ഇറ്റലിയിലെ ബസ് കേട്ടോ. നോക്കിയേ, ബസ്സിൻ്റെ നടുക്കല്ല, കുറച്ച് മുൻഭാഗത്തായിട്ട് ഒരാൾ ടേബിളിട്ട് കമ്പ്യൂട്ടർ വെച്ച് അതിനകത്തിരിക്കുകയാണ്. പുള്ളിയാണ് അവിടെ ഇരുന്ന് ഈ കയറുന്ന ആൾക്കാരെല്ലാം ടിക്കറ്റൊക്കെ പരിശോധിച്ച് ടിക്കറ്റ് കൊടുക്കുന്ന ആളാട്ടോ. ഇപ്പോൾ ഡ്രൈവർ ലേഡി ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഇത് മേളിലും ഒരു നിലയുണ്ട് കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പ് വഴി മേളിലേക്ക് കയറി പോവാം. അതുപോലെ തന്നെ ബസ്സിൽ കയറുന്നത് ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റുള്ളൂ, ബാക്കിൽ കൂടി ഇറങ്ങണം കേട്ടോ. അതാണ് ഈ ബസ്സിൻ്റെ സെറ്റപ്പ്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലിന് ചൂട് അനുഭവപ്പെടുന്നില്ല, അതായത് തണുപ്പ് കാറ്റുള്ളത് കൊണ്ടായിരിക്കും ചൂട് അനുഭവപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ സ്റ്റിൽ സിറ്റിക്കകത്താണ്, സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ഇനിയിപ്പം നമ്മൾ ഇപ്പം ഞാനുള്ളത് കൊളോസിയമിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് കൊളോസിയം. ഡ്രാം പോകണം കേട്ടോ. ഓക്കെ, അടിപൊളി കേട്ടോ. ഇവിടെ ഡ്രാം കുറച്ച് റോഡിൽ നിന്ന് വേറൊരു ഡ്രാമിൻ്റെ ലൈൻ വഴിയാണ് പോകുന്നത്, റോഡിൽ കൂടെ അല്ല കേട്ടോ, കുറച്ച് സൈഡിൽ കൂടെയാണ് ഡ്രാം പോകുന്നത്. ഇത് കൊളോസിയൻ്റെ മറ്റൊരു സൈഡാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇത് ലാസ്റ്റാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡാണ് ഈ കാണുന്നത്. ഓക്കെ, ആൾക്കാർ ഇതിൻ്റെ മേളിലൊക്കെ കയറി 1 കിലോമീറ്ററോളം. ഓക്കെ, അടുത്ത നമുക്ക് ഇറങ്ങാനുള്ള ഡെസ്റ്റിനേഷൻ എത്തി. രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് മൗത്ത് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടല്ലോ. ഇത് ഭയങ്കര സീനറിയാണ് കേട്ടോ അവിടെ. ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് കേട്ടോ അവിടെ. ഇവിടെ ഒന്നും എന്താണ് ഇങ്ങനെ സംസാരിക്കുക, വാതൊരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് കാരണമാണ് എനിക്ക് സംസാരിക്കാതിരിക്കുന്നത്. കാരണം ഇവിടെ ഇനിയിപ്പോൾ കാണാൻ എന്തൊരു സീനറി അറിയില്ല. ഇതെല്ലാം കണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. ഓക്കെ, ഇവിടെയൊക്കെ ജനങ്ങൾ അതിൻ്റെ മേളിലെല്ലാം കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്റ്റേഡിയം. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. പാർക്ക് ജനങ്ങളെല്ലാം ഇരുന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആൾക്കാർ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ എല്ലാം ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അവിടെയൊക്കെ ആൾക്കാർ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ബസ്സിൻ്റെ മേളിൽ നിന്നുള്ള സീൻ കേട്ടോ. ഇങ്ങനെ മൊത്തം തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തണുപ്പടിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം താഴെ ഇറങ്ങിയിരിപ്പുണ്ട്. അത് കാരണം ബസ്സിൻ്റെ മേളിൽ ആരുമില്ല. ഇങ്ങനെ നോക്കിയേ, ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഷീറ്റ് കൊണ്ട് മൂടും കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിക്കോളും.
8:45 ഈവനിങ് 8:45. എന്നിട്ട് നോക്കിയാൽ നേരെ കിട്ടിയാൽ നേരെ ഇപ്പോഴും ഇരുട്ടിയിട്ടില്ല. ഇപ്പോഴും സൂര്യൻ അസ്തമിക്കാൻ സമയമായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഇവിടെ രാത്രി ആവുന്നതാണ് തോന്നുന്നത് കേട്ടോ. മൊത്തത്തിൽ 70+1 മേളിലും താഴെയും കൂടി. മേളിൽ ഏറ്റവും കൂടുതൽ സീറ്റ്, താഴെ അത്രയും സീറ്റുകളില്ല. അതിനകത്ത് വൈഫൈ സൗകര്യം, പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. How lady is driving? We have a woman drive. Yes. Woman drive and man controlling. See, women are driving here. Very heavy bus. She is very happy to drive. Yes. So fun. Yeah, you're so fun, huh? Okay, thank you. എല്ലാം അടച്ചു. ഇവിടെ ഇപ്പം പറഞ്ഞില്ലേ, ഇവിടെ ഒരു 9 മണിയായി. 9 മണിയായപ്പോഴത്തേക്കും നേരെ ഇട്ടിട്ടില്ല. ഈ ബുക്ക് ഷോപ്പുകളൊക്കെ അടച്ച ആൾക്കാർ ജോലി അവസാനിപ്പിച്ച് പോയി. ഇതെല്ലാം ബുക്ക് ഷോപ്പാണ്. തിരിച്ച് നമ്മൾ ടെർമിനൽ സ്റ്റേഷനിലേക്ക് എത്തി. ഇന്നത്തെ ടൂർ പ്രോഗ്രാം ഇവിടെ തീർന്നു. ഇനി ബാലൻസ് നാളെ വീണ്ടും സ്ഥലങ്ങൾ കാണാം. ഇനിയും ഒരു 7 ഡെസ്റ്റിനേഷനും കൂടി ഇനിയും പോകാനുണ്ട്. ഇത് വേറൊരു സ്ഥലത്താണ് ഈ ബസ് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. ഒരേ സ്ഥലത്തും ബസ്, ഓരോ സ്ഥലത്തും ബസ് എത്തുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നല്ലതുപോലെ അനൗൺസ് ചെയ്യുന്നുണ്ട് അവര്. I'll show in India. Okay, thank you. Ciao. നമ്മൾ ഈ ബസ്സിലാണ് യാത്ര ചെയ്തത് കേട്ടോ. അടിപൊളി ബസ്സായിരുന്നു, കണ്ടില്ലേ? സൂപ്പർ ബസ്. ഈ ബസ്സിലാണ് യാത്ര ചെയ്തത് കേട്ടോ. ഇന്ന് അറൗണ്ട് 7 ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയി. ഇനിയും 7 ഡെസ്റ്റിനേഷൻ ഉണ്ട്. €20 കൊടുത്തു കഴിഞ്ഞാൽ 24 hours നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഓരോ പോയിന്റിലും ഇറങ്ങാം, അവിടെ നിന്ന് കയറാം, വീണ്ടും അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറാം, അടുത്തതോ പിന്നെ എപ്പോഴോ. ഇതിന് 24 hours ഏത് ബസ് വരുമ്പോഴും നിങ്ങൾക്ക് അവിടെ നിന്ന് കയറാം. ഇത് നല്ല സർവീസാണ് കേട്ടോ. ഇവിടെ പല കമ്പനികളും ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പ്രൈസ് കൂടുതലുണ്ട്. 27, 24 അങ്ങനെ പല പ്രൈസുകളുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഈവനിങ് ആയതേ ഉള്ളൂ. 9 o'clock ആയി, എന്നിട്ട് പോലും നേരെ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇന്ന് ഒരൊറ്റ മനുഷ്യരില്ല. നോക്കിയാൽ 9 മണിയായില്ലേ. 9 മണിയായപ്പോൾ എല്ലാവരും വീടുകളിൽ പോയി. ഇനി ആരുമില്ല, റോഡെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 9-12 മണിയാകുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ലല്ലോ. അതേ സിറ്റുവേഷനാണിപ്പോൾ. ലൈറ്റ് പോലും തെളിച്ചിട്ടില്ല ഇപ്പോഴും. നല്ല ദട്ടപ്പകലാണ്. അപ്പോഴാണ് ആൾക്കാർ ജോലി അവസാനിപ്പിച്ച് പോയത്. എനിക്കതിൻ്റെ ഇവിടെ സ്കൂളും ഓഫീസുകളൊക്കെ സ്റ്റാർട്ടാവുന്നത് 6 മണി വരെ അല്ലേ വർക്കുണ്ടാവുക. 6 മണി, 8 hours എന്ന് പറയുമ്പോൾ 6 o'clock എല്ലാം അവസാനിപ്പിച്ച് പോകും ആൾക്കാർ. 6-7 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഷോപ്പുകളെല്ലാം അടയ്ക്കാൻ തോന്നും കേട്ടോ. പിന്നെ കൂടുതൽ നേരം ആരും വെയിറ്റ് ചെയ്യില്ല. ഒന്നാമതേ ഇവിടെ തണുപ്പും കൂടിയല്ലേ. ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ആൾക്കാർ അടച്ച് വീടുകളിൽ പോയിട്ട് കിടന്നുറങ്ങും.
പിന്നെ ഈ റെസ്റ്റോറൻറ്റ്സുകളൊക്കെ മാത്രമേ തുറന്നിരിക്കുള്ളൂ. റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നുന്നു 9-10 മണിയാകുമ്പോഴത്തേക്കും അവരും അടച്ചു പോകുമെന്നാണ് തോന്നുന്നത്. ലേറ്റ് നൈറ്റ് ഇവിടെ ഒന്നുമില്ല. സ്ട്രീറ്റിലെല്ലാം ആൾക്കാർ കുറഞ്ഞു, ബസ്സുകളിലെല്ലാം തീരെ ആൾക്കാരില്ല. ഒരു 6 to 7 o'clock ആ സമയത്തൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും. ഇവിടെ പറയാൻ പറ്റില്ല, ഇവിടെ വീഡിയോ എടുക്കുന്നത് പോലും വളരെ ഡേഞ്ചറാണ്. വേണ്ടേ, ഇത് ചെറിയ കാർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്ന് പറയാൻ കാര്യം ക്യാമറ എല്ലാം പിടിച്ചു കൊടുത്തിട്ട് ഓടിക്കളെ. ഈ കറുപ്പന്മാരെ കാണുമ്പോഴത്തേക്കും ക്യാമറയും ബാഗും എല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കണം. വെരി ഡേഞ്ചർ. ഇറ്റലിക്കാരെല്ലാവരും നല്ല ആൾക്കാരാണ്. നമുക്ക് നാട്ടിൽ വെച്ചും ഇറ്റലിക്കാരെയൊക്കെ അറിയാമല്ലോ. അവരെല്ലാവരും സൂപ്പർ ആൾക്കാരാണ്. അവർ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളുള്ളവരൊന്നും അല്ല. എന്ത് പറയുക, ഈ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ വെരി ഡേഞ്ചറസ്. സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം അടിച്ചിട്ട് പോകും. അതുകൊണ്ട് ഇവിടേക്ക് യാത്ര വരുന്നവർ വളരെ സൂക്ഷിക്കുക. യൂറോപ്പിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിങ്ങൾ വരും. ക്യൂരിയോസിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കുക. നിങ്ങൾ കഴിവതും റൂമിലോ ലോക്കറുകളിൽ പാസ്പോർട്ട്, പൈസ, കാർഡ്സ് ഇതെല്ലാം വെച്ചിട്ട്, കാർഡൊന്നും കുഴപ്പമില്ല, എന്നാലും ഇപ്പോഴത്തെ കാർഡുകളെല്ലാം വൈഫൈ ആയത് കാരണം അതെല്ലാം എടുത്ത് ഇവർ ഉപയോഗിച്ച് കളയും. നിങ്ങൾക്ക് കഴിവതും ഇതെല്ലാം സൂക്ഷിച്ച് അവിടെ വയ്ക്കുക. കയ്യിൽ എന്തെങ്കിലും ചെറിയ അന്നോടത്തെ ആവശ്യത്തിനുള്ള പൈസ മാത്രം കൊണ്ടുവരിക. വിലപ്പെട്ടതൊന്നും ബാഗിൽ വയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ സൈഡ് പോക്കറ്റുകളിൽ ഇടാതിരിക്കുക. ഫ്രണ്ടിലുള്ള പോക്കറ്റുകൾ മാത്രം വയ്ക്കുക. ബാക്കിലെ പോക്കറ്റുകളിലും ഒരു സാധനവും വെക്കരുത്. ഇതെല്ലാം നല്ല ഇവരൊരു പ്രത്യേകിച്ച് ഒരു തിരക്കുണ്ടാക്കി, അതായത് തിരക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മളെ പെടുത്തി നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശും പോക്കറ്റിൽ കിടക്കുന്ന ഫോണും പിന്നെ ബാഗിലുള്ളതും ഇതെല്ലാം അവർ അടിച്ചുകൊണ്ട് പോകും. അതാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം അതായത് പബ്ലിക്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയാൽ അവിടെ നല്ല തിരക്കുള്ള സമയത്ത് അവർ നമുക്ക് ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ഹായ് വേർ യു ഫ്രം എന്നൊക്കെ ചോദിക്കും. അപ്പോഴേ നമ്മൾ പറയും ഇന്ത്യ. ഓ ഐ ലൈക്ക് ഇന്ത്യൻ പീപ്പിൾ, യു വെൽക്കം ടു ഇറ്റാലി, റോം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരൊരു ഗിഫ്റ്റൊക്കെ സജസ്റ്റ് ചെയ്യും, ഗിഫ്റ്റ് തരും. അപ്പം നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറി പോകുമ്പോഴത്തേക്കും നമ്മളവർ വെള്ളത്തിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് എറിയുമ്പോൾ നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കി ആ ക്യൂരിയോസിറ്റിയിൽ തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് അവർ അവിടെ ഒരു ക്രൗഡ് ക്രിയേറ്റ് ചെയ്ത് അവർ നമ്മുടെ ഈ ഇവരിലുള്ള ആൾക്കാർ തന്നെയാണ്, അതൊരു ടീമാണ്. അവർ അപ്പോഴും തന്നെ നമ്മുടെ ബാഗും അതിൽ ബാഗിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു പോകും. നമ്മളിതൊന്നും അറിയില്ല. നമ്മൾ ഒന്നുകിൽ റൂമിൽ പോയോ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ടേക്ക് കെയർ ഗൈസ്. നിങ്ങൾ എപ്പോഴും ഇവിടെ യൂറോപ്പിലേക്ക് വന്നാൽ വളരെ സൂക്ഷിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഈ വീഡിയോ എന്തായാലും ഞാനിവിടെ നിർത്തുകയാണ് ഇന്ന്. ഇനിയും ഒരു പുതിയ വീഡിയോയായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു, സ്റ്റേ ട്യൂൺ.